ആദ്യം സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ സമയമെടുത്തോളം എനിക്ക് ഇത് ആൾക്കാരിലേക്ക് ഒരു റീച്ച് ആവുന്നില്ലോ എന്ന് എനിക്കൊരു വിഷമമുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളൊരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അതിനകത്ത് മാർക്കറ്റിങ്ങിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പടത്തിൽ സമയത്തുള്ള. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് പേരെങ്കിലും ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് തിയേറ്ററിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന് നമുക്ക് കുറേ നാൾ ഇത് ഒന്നും ആവുന്നില്ലല്ലോ എന്ന് നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. അത് മാറിയത് ഇപ്പം ഇതിനൊരു ഈ അവാർഡ്സ് വന്നപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്. പക്ഷേ ഇപ്പം തോന്നുന്നു അന്ന് എന്നോട് പലരും ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊരു പലരും ചോദിച്ചിരുന്നു. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഹോം ലിവിൽസ് കഴിഞ്ഞിട്ട് വേറൊരു കമേഴ്ഷ്യൽ പരിപാടിയോ അല്ലെങ്കിൽ വേറെ കുറച്ച് നല്ല പരിപാടികൾ വേറെ ഒന്നും ചെയ്താൽ പോരായിരുന്നു. ഇങ്ങനൊരു സാധനത്തിലോട്ട് പോയി ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ അവാർഡ് ലെവലിലേക്ക് വരുന്നുള്ളതല്ല, കുറച്ചുകൂടി നല്ല സിനിമ എന്ന രീതിയിൽ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇപ്പോഴാണ് അതൊരു കംപ്ലീഷനിൽ എത്തിയത്. ആക്ച്വലി ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിധി പോലെ നടക്കുന്നതാണ്. കാരണം ഞാൻ ആക്ച്വലി ബെന്നിൽ ഉദ്ദേശിച്ചിരുന്നത് വേറൊരു പുതിയ പെൺകുട്ടിയാണ്. അങ്ങനെ അത് ഞാൻ ഒക്കെ റെഡിയായി കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവസാന സമയപ്പം അത് ചില പെർഫോമൻസ് പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് മാറ്റേണ്ടി വന്നു. പിന്നെ ഞാൻ ആലോചിച്ചൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇടാം. അങ്ങനെ ഞാൻ 2-3 പേര് അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് സമയവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അഞ്ജലി എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ വീട്ടിൽ സ്ഥിരം വരെയും ഒരു ഫാമിലി ഫ്രണ്ട് പോലെ. അനീഷ് എൻ്റെ അവരുടെ ഹസ്ബൻഡ് അനീഷ്, ഡയറക്ടർ അനീഷ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും എൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവൾ വീട്ടിൽ വരും. അവളുടെ ചേച്ചിയുടെ കുട്ടിയെ അഭിനയിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ഓഡിഷന് വേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ആളില്ലാണ്ടായി, ഞാനാകെ ടെൻഷനൊക്കെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചൊരു കാര്യം ചെയ്യാം, ഇതിനാണ് നമ്മൾ വേറെ ആൾക്കാർ നോക്കണേ ഇവിടെ ഉള്ളപ്പോൾ. പിന്നെ അപ്പോൾ ഞാൻ രാത്രി അവൾ ചേട്ടൻ പോട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നീ വേണ്ടിയിട്ട് നീ വേഗം നാളെ നിന്നെ അഭിനയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോൾ അത് പിന്നെ നമുക്ക് അവളെ അഭിനയിപ്പിക്കുമ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മയുടെ ക്യാരക്ടറല്ലേ. അപ്പം അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അവൾക്ക് അവളുടെ സ്വഭാവം കുട്ടിയോട് അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഒക്കെ പറ്റും, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പിന്നെ ഗൗരവും ഇവളും കൂടി അമ്മയും മോനുമായിട്ടൊരു പടം ചെയ്തിട്ടുണ്ട് മുമ്പേ. അത് ഈ ഒരു കാറ്റഗറി ടൈപ്പ് പടമല്ല. അപ്പോൾ ഓൾറെഡി ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വിധി പോലെ സംഭവിക്കുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നും അല്ലല്ലോ. ബെൻ സിനിമ അങ്ങനെ തന്നെ സംഭവിച്ചാണ്. കുട്ടികളെ വെച്ചൊരു സിനിമ എടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ബെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് തുടങ്ങിയൊരു ഷൂട്ടായിരുന്നു ബെൻ. ഭയങ്കരമായ പ്രീ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വൺ മാസ്റ്ററാണ്. അതായത് നമ്മൾ സ്കൂളിൽ ഒരിക്കലും 2 ആൾക്കാർ പഠിപ്പിച്ച കുട്ടികൾ അനുസരിക്കില്ല. അപ്പോൾ നമുക്ക് 100ഓളം കുട്ടികളുണ്ടായിരുന്നു. മുളകുകാട് സ്കൂളിൽ 50 കുട്ടികൾ, എറണാകുളം സ്കൂളിൽ 50 കുട്ടികൾ. ഇവരെല്ലാവരും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടാണ്. കാരണം ഈ ഏറ്റവും ബേസിക്കായിട്ടുള്ള പ്രോബ്ലം ഈ കണ്ടിന്യൂറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ ചൂടല്ലേ, അപ്പോൾ ഈ ഫാനും വില്ലേജ് സ്കൂളാണെങ്കിൽ ഫാനുണ്ട്, അപ്പോൾ പിള്ളേർ നിന്ന് വേർക്കാണ്. അപ്പോൾ ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളും സാധാരണ ഒരിക്കലും നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു കുട്ടി ഇരുന്നാൽ കൂടി വന്നാൽ 45 മിനിറ്റ്സ് ഇരിക്കണം, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് അത്രയേ ഒരു ക്ലാസ് ഉള്ളൂ. ഇത് കണ്ടിന്യൂസ് ഇവർ ഹോൾഡ് ചെയ്തിരിക്കണം അതേ ക്ലാസ് റൂമിൽ, ബ്രേക്കിന് പോയി തിരിച്ചു വരാൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് നമ്മളത് അവർക്ക് ബുദ്ധിമുട്ട് മാക്സിമം വരാത്ത രീതിയിൽ അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് അവരറിയാതെ ഷൂട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബഡ്ജറ്റ് വൈസ് വളരെ കുറച്ച് ചെയ്യാൻ പറ്റി. കാരണം നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ സീക്വൻസൊക്കെ അല്ല, അത് നമ്മൾ ചത്തങ്ങ് ഷൂട്ട് ചെയ്യാന്നുള്ളൊരു, നമ്മളങ്ങ് ഇറങ്ങുക, പണിയെടുക്കുക, നമ്മൾ മെനക്കെടുക. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പോലത്തെ പണിയല്ല, ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫുൾ എഡിറ്റ് കഴിഞ്ഞ് കാണുമ്പോൾ ഇതൊരു ഭയങ്കര ഫിനിഷ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് അറിയത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിലും സിനിമ ഒരു ടെക്നിക്കൽ മേഖലയല്ലേ. ഒരുപാട് കണ്ടിന്യൂറ്റി, ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ഡബ്ബിങ് സ്റ്റേജിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ LKG സ്റ്റുഡൻസ് കരയുന്നൊരു സീനുണ്ട് ബെന്നിൽ. അപ്പോൾ ഒരു നിവൃത്തിൻ്റെ അവസാനം ഞാൻ ഒരു ഒറിജിനലായിട്ട് കരയിപ്പിക്കണം നോക്കും. കാരണം LKGയിൽ ആദ്യമായിട്ട് നമ്മൾ കുട്ടികൾ പോയി കരയുന്നുണ്ട്, നിങ്ങൾ കരയുന്നില്ല. അപ്പോൾ നമുക്ക് കരച്ചിലിടണ്ടേ. അവസാനം നമ്മൾ ക്യാമറ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് നിൻ്റെ അച്ഛൻ പുറത്താണ്, വാല് കൂട്ടിയിട്ട് പുള്ളി പുറത്ത് നിൽക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി വരുള്ളൂ,
പുള്ളി വീട്ടിൽ പോയി ഇനിയിപ്പോൾ നാരങ്ങളും കുടിച്ചിട്ട് വരുള്ളൂ. കുഞ്ഞു പിള്ളേരല്ലേ, അയ്യോ അച്ഛൻ നാരങ്ങളും കുടിച്ചിട്ട് വരുള്ളൂ കരയാതെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പെണ്ണിൽ. അങ്ങനെ അല്ല അത് എന്നാലും ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ. എല്ലാം കഴിഞ്ഞ് നമ്മൾ അവർക്ക് മിഠായി മേടിച്ച് കൊടുക്കുക, അവർ നമ്മൾ കളിക്കാം. എൻ്റെ മേത്തായിരുന്നല്ല, അത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. ഇത്രയും കുഞ്ഞു പിള്ളേരോട് വർക്ക് ചെയ്യുക, ഒറ്റയടിക്ക് നമ്മുടെ ലൈഫിൽ ഒരു 100 പിള്ളേർ വരിക എന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള കാര്യമായിരുന്നു. അവന് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനില്ലെങ്കിൽ സിനിമയില്ല, ഒന്നത്തെ കാര്യം. പിന്നെ എന്ന് വെച്ചാൽ ഗൗരവ് ഇത് നമുക്കൊരു സിനിമ ഇങ്ങനത്തെ സിനിമ എടുക്കുമ്പോൾ നമ്മളൊരിക്കലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു ഫിലിം മേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു വിപ്ലവം ഉണ്ടാകണം, അതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് നടക്കുന്ന പ്രൊജക്റ്റാണ്. ഞാൻ ആക്ച്വലി അവൻ്റെ ഫാനായിരുന്നു മങ്കിപ്പേ കണ്ടപ്പോൾ. അങ്ങനെ ഹോം ലീവിൽ സമയത്ത് ഞങ്ങൾ ഭയങ്കര കളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ സ്ഥിരം വരും. അപ്പോൾ എനിക്ക് അവനോട് ഇഷ്ടം കൊണ്ട് എനിക്കൊരു സിനിമ എടുക്കണമെന്ന് എപ്പോഴെങ്കിലും എനിക്ക് ഇവരെ വെച്ചൊരു പടം എടുത്താൽ കൊള്ളാമെന്ന് എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് സാഹചര്യങ്ങൾ പ്രൊഡ്യൂസറായാലും ഞാൻ പുള്ളിയെ ഒരു ആകസ്മികമായിട്ട് മീറ്റ് ചെയ്ത് അതും ഒരു പ്രൊഡ്യൂസറെ പോലത്തെ ഒരു നമ്മൾ പറയുന്ന ഒരു വേറൊരു രീതിയിലുള്ള ആളാണ് പുള്ളി. വേറൊരു രീതിയിലുള്ള ആൾ ഒരു എന്താ പറയുക, നമ്മളൊരു സ്വന്തം ഒരു ബന്ധുവിനെ പോലെയാണ് പുള്ളി നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം റിലേഷൻഷിപ്പിന് പുറത്തുണ്ടായി വന്നൊരു സിനിമയാണ് ഇവൻ. അല്ലാതെ അതിനകത്ത് വളരെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡയറക്ടോറിയൽ വർക്കിൻ്റെ ബ്രില്യൻസിനപ്പുറത്തേക്ക് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ, എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ എല്ലാം എൻ്റെ കൂട്ടുകാരായിരുന്നു. എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്ത് വെച്ചത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ പുറത്ത് പോക്കോ ഒന്നുമില്ല, എല്ലാവരും ഫാമിലി ഉണ്ടാക്കിയൊരു സിനിമ. അതാണ് വെൻ.